ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ അനിക്കാറ്. ഇന്ന് ഡോൺ ന്യൂസ് ഉള്ളത് മാണികുളത്താണ്. എൻ്റെ ഒരു സുഹൃത്തിനെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഡോൺ ന്യൂസ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കി, എന്നാൽ അദ്ദേഹം ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലെ രുചി എന്ന് അറിയപ്പെടുന്ന, കേരളം മൊത്തം അറിയപ്പെടുന്ന, എന്നാൽ ഇന്ത്യയിൽ ഇപ്പം വ്യാപിച്ചിരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ മാണികുളത്ത് വരുന്നവർക്ക് തൊട്ടപ്പുറത്ത് വന്നാൽ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വഴങ്ങാം. എന്നാൽ തൊട്ട് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ രുചി എന്ന് പറയുന്ന അടിപൊളി പായസം ഒക്കെ കഴിച്ച് സന്തോഷമായി മടങ്ങാം. ഇങ്ങനെയൊക്കെ ഉള്ളവരെ വേണം നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ. ഇതുപോലെ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനസ്സുകളെ വേണം നമ്മൾ കാണുവാൻ. അല്ലാതെ ഒന്നും എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണുന്നു, ഒരുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കാണുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ടും ചാരിറ്റി പ്രവർത്തനത്തിനാണ് വിനിയോഗിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. എൻ്റെ പ്രിയ സുഹൃത്താണ്. ഞാനും അമ്മയും കൂടെ രാവിലെ ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് തൊട്ടിപ്പുറത്ത് വീട്ടിലെ രുചി നമ്മുടെ നടത്തുന്ന അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു പായസ ചലഞ്ചുമായിട്ടൊക്കെ വരുവാനും അദ്ദേഹത്തിനെ ഒന്നുകൂടെ പരിചയപ്പെടുവാനും, ഞാൻ അന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ഇത്ര വലിയ സ്റ്റാറല്ലായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ഷോർട്ട് ഫിലിമിന് നല്ല വേഷങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും ഇതുപോലെയുള്ള പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ളവരെ കാണാതെ പോകുവാൻ ഡോൺ ന്യൂസിന് സാധിക്കില്ല. അതുകൊണ്ട് മാത്രം ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറത്തെ ബിരിയാണി ചലഞ്ച് നടത്തുന്ന ചേച്ചിയെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവർ കാരണം എന്ന് പറഞ്ഞാൽ 100 രൂപയേ ഉള്ളൂ ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മാണികുളം വഴി വരുന്നവർ ഞാൻ പറഞ്ഞതുപോലെ തൊട്ട് അപ്പുറത്ത് വന്നാൽ പായസം കുടിച്ച് അടിപൊളിയായിട്ട് പോകാം. തൊട്ട് ഇപ്പുറത്ത് വന്നാൽ 100 രൂപയുടെ ബിരിയാണിയൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് പോകാം. അപ്പോൾ രണ്ടുപേരുടെയും വിശേഷങ്ങൾ നമുക്ക് ഡോൺ ന്യൂസുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. എന്താണെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്താണ് ചേട്ടൻ ഈ പായസമൊക്കെ ആയിട്ട് വീട്ടിലെ രുചിയായി ഇപ്പം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു യൂട്യൂബറാണ്. അതുപോലെ വീട്ടിലെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിലാകമാനം ഓരോ സാധനങ്ങൾ, അതായത് രുചിപ്രദമായ ഓരോ സാധനങ്ങൾ കയറ്റി ഇറക്കി ആൾക്കാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇന്ന് പറയാനുള്ള, നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. കോവിഡ് സമയത്ത് തുടങ്ങി വെച്ചത് അന്ന് ഞാൻ തന്നെയാണ് ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അനേകരിലേക്ക് അത് എത്തിക്കാനും അനേകർക്ക് നമ്മൾ മുഖാന്തരം ഒരു ജോലി, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതുപോലെ ഓരോരുത്തർക്കും ഒരു ജീവിതമാർഗ്ഗം ഞാൻ ഒപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്നത്, നമ്മുടെ ടാലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ വിറ്റ് തീർക്കുകയും കൂടെ ചെയ്യുന്നത് നമുക്കെല്ലാം കൂടെ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, റോഡ് സൈഡുകളൊക്കെ ആകാം, അതുപോലുള്ള ഓരോ പ്രസ്ഥാനത്തിൻ്റെ ഫ്രണ്ട് പുസ്തകമാകാം, അങ്ങനെയുള്ളിടത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ സെയിൽ നടക്കും. അതിൻ്റെ അത് തന്നെ ക്വാളിറ്റി ഒട്ടും കുറയ്ക്കുന്നില്ല. ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയിൽ നമ്മുടെ വീട്ടിലെ രുചിയുടെ ബ്രാൻഡ് നിലനിർത്തി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയും പേര് വന്ന് മേടിക്കുകയും കുടിക്കുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. ഈ ജോലി എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പാചകം ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു സാമ്പത്തികം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അത് ഈ പ്രദേശത്ത് ഈ കച്ചവടം ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ ആഹാരം എല്ലാവരും. എവിടെയാണ് ഈ ബിരിയാണി ആയിട്ട് ചേച്ചിക്കുന്നത് സ്ഥലം? ഈ സ്ഥലം എവിടെയാണ്? മാണികുളം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് കറുവച്ചാലിനടുത്ത് മാണികുളം എന്ന് പറയുന്ന അഞ്ചാനി തിയേറ്ററിന് അടുത്തായിട്ട് വരും. ഒരു 10-30 പൊതി കൊണ്ടുവരുന്നുണ്ട്. ഒരു 1:30-2 മണിയോടുകൂടി ഇത് തീരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. എനിക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു പുരോഗതി പ്രാപിക്കുന്നുണ്ട് ഇതിലൂടെ. അതുപോലെ തന്നെ
ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമാണ്. വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി. ബിരിയാണിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. അത് നന്നായിട്ട് തന്നെ കച്ചവടം ചെയ്തു പോകുന്നു. ഇതിലൂടെ ഒരു സന്തോഷവും നമുക്ക് ഒരു ജോലി നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ കണ്ടത്. മറ്റു വാർത്തയും മറ്റു വിശേഷമായി ഡോൺ ന്യൂസ് വീണ്ടും കാണുമ്പോൾ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്.